എല്ലാവർക്കും മല്ലുവുഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആലപ്പുഴ ജിംഖാന, ഗെറ്റ് ബേബി, ഡൊമിനിക്, പ്രിൻസ് തുടങ്ങിയ സിനിമകളുടെ OTT അപ്ഡേറ്റ് ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലെ തോന്നിയിരിക്കേണ്ട ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. ആദ്യത്തെ ഒരു അപ്ഡേറ്റ് നരിവേട്ട എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആദിവാസികളുടെ കഥയാണ് നരിവേട്ട പറഞ്ഞു പോകുന്നത്. തിയേറ്ററിൽ നിന്ന് നല്ല അഭിപ്രായമാണ് നരിവേട്ട സ്വന്തമാക്കിയത്. സുരാജും ടോവിനോ തോമസുമാണ് നരിവേട്ടയിൽ പ്രധാന കഥാപാത്രമായി അവതരിപ്പിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ ആമസോൺ പ്രൈമാണ് നരിവേട്ട സിനിമയുടെ OTT വാങ്ങിച്ചിട്ടുള്ളത്. ജൂൺ മാസം 28 മുന്നേ നരിവേട്ട സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവും. അടുത്തൊരു അപ്ഡേറ്റ് ബാന്ദ്ര എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ആരാധകർ കാത്തിരിക്കുന്ന സിനിമയാണ് ബാന്ദ്ര. പക്ഷെ ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററുകളിൽ എവറേജ് അഭിപ്രായമാണ് ബാന്ദ്ര സ്വന്തമാക്കിയത്. ദിലീപും തമനയും ഒന്നിച്ച് അഭിനയിച്ച സിനിമയാണ് ബാന്ദ്ര. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈം ബാന്ദ്രയുടെ OTT വാങ്ങിച്ചിരിക്കുകയാണ്. കമ്മിങ് സൂൺ എന്ന പോസ്റ്റർ വന്നിട്ടുണ്ട്. കൂടുതലും ജൂൺ മാസം ലാസ്റ്റ് ആയിരിക്കും ബാന്ദ്രയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഫൂട്ടേജ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. മഞ്ജു വാര്യർ നായികയായ സിനിമയാണ് ഫൂട്ടേജ്. എവറേജ് അഭിപ്രായമാണ് ഫൂട്ടേജ് സിനിമ നേടിയെടുത്തത്. ഫൂട്ടേജ് ഒരു ത്രില്ലർ സിനിമയാണ്. ഫൂട്ടേജിന്റെ OTT ഇപ്പോൾ വിറ്റുപോയിരിക്കുകയാണ്. സിനിമ റിലീസായിട്ട് ഒരു വർഷം കഴിഞ്ഞു. ഇപ്പോഴാണ് OTT റിലീസ് ചെയ്യുന്നത്. ആമസോൺ പ്രൈമിൽ ജൂൺ മാസം 18 ഫൂട്ടേജ് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് DNA എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതും ഒരു ത്രില്ലർ സിനിമയാണ്. മനോരമ മാക്സ് ആണ് DNA സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. അസ്കർ അന്നറജിയുടെ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഈ സിനിമയുടെ OTT അടുത്ത വീക്കാണ്. ജൂൺ മാസം 18 മുന്നേ DNA സിനിമ OTT റിലീസ് ചെയ്തേക്കും. അടുത്തൊരു അപ്ഡേറ്റ് എന്ന് സ്വന്തം പുണ്യാളൻ എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു കോമഡി ത്രില്ലർ സിനിമയായിരുന്നു എന്ന് സ്വന്തം പുണ്യാളൻ. തിയേറ്ററിലെ സിനിമ പരാജയപ്പെട്ടു. ബാലു വർഗീസ്, അനശ്വര രാജൻ, അർജുൻ അശോകനാണ് പുണ്യാളൻ സിനിമയിൽ പ്രധാന കഥാപാത്രമായി അഭിനയിച്ചിരിക്കുന്നത്. സിനിമ ഇറങ്ങിയിട്ട് മാസങ്ങളായി. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ജിയോ ഹോട്ട്സ്റ്റാർ ആണ് പുണ്യാളൻ സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ വീക്കിലായിരിക്കും OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ലവ്ലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഇതൊരു 3D സിനിമയാണ്. കഴിഞ്ഞ മാസമാണ് ലവ്ലി സിനിമ റിലീസായത്. മാത്യു തോമസ് ആണ് സിനിമയിലെ നായകൻ. ലവ്ലി സിനിമ 8 നിലയിൽ പരാജയപ്പെട്ടു. ഇപ്പോഴത്തെ ലവ്ലി സിനിമയുടെ OTT സൈനാപ്പിളെ വാങ്ങിച്ചെന്ന റിപ്പോർട്ടാണ് കാണാനുള്ളത്. ഒരുപക്ഷെ ജൂൺ മാസം 25 സൈനാപ്പിളയിൽ ലവ്ലി സിനിമയുടെ OTT റിലീസ് ഉണ്ടാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ സിനിമയായിരുന്നു കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ്. പുതിയ താരങ്ങളാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. 2023 സിനിമ റിലീസായത്. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. തിയേറ്ററിൽ നിന്ന് നല്ല റെസ്പോൺസ് ലഭിച്ചുവെങ്കിലും OTT വരാത്തതുകൊണ്ട് ആരാധകർ സിനിമ കണ്ടിട്ടില്ല. ഇപ്പോൾ അവസാനം ആമസോൺ പ്രൈമാണ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 30 കർണൻ നെപ്പോളിയൻ ഭഗത് സിംഗ് എന്ന സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് ഡൊമിനിക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഡൊമിനിക് കാത്തിരുന്ന് ആരാധകർക്ക് മടുത്തു. ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. മമ്മൂട്ടിയുടെ സിനിമയാണ് ഡൊമിനിക്. നല്ലൊരു ഇൻവെസ്റ്റിഗേഷൻ മൂവിയായിരുന്നു ഡൊമിനിക്. തിയേറ്ററുകളിൽ പരാജയപ്പെട്ടുവെങ്കിലും OTTക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ആമസോൺ പ്രൈം ഡൊമിനിക്കിന്റെ OTT വാങ്ങിച്ചെന്ന റിപ്പോർട്ട് നേരത്തെ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ സിനിമ റിലീസാക്കാൻ ഒരുങ്ങുകയാണ്. ജൂൺ മാസം 27 ഡൊമിനിക് സിനിമയുടെ OTT റിലീസ്. അടുത്തൊരു അപ്ഡേറ്റ് പ്രിൻസ് ആൻഡ് ഫാമിലി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നല്ലൊരു ഫാമിലി മൂവിയായിരുന്നു പ്രിൻസ്. ദിലീപിന്റെ കുറെ കാലത്തിന് ശേഷം പോസിറ്റീവ് കിട്ടിയ ഒരു സിനിമയാണ് പ്രിൻസ്. ധ്യാൻ, സിദ്ദിഖ്, ജോണി ആന്റണി, ദിലീപ് തുടങ്ങിയവരാണ് സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്. ഇപ്പോഴത്തെ പ്രിൻസ് സിനിമയുടെ OTT വിറ്റുപോയിരിക്കുകയാണ്. ആമസോൺ പ്രൈമാണ് പ്രിൻസ് സിനിമയുടെ OTT വാങ്ങിച്ചിരിക്കുന്നത്. ജൂൺ മാസം 30 പ്രിൻസ് സിനിമ ആമസോൺ പ്രൈമിൽ റിലീസാവുന്നത്. അടുത്തൊരു അപ്ഡേറ്റ് ഗെറ്റ് ബേബി എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. ഉണ്ണിമുകുന്ദൻ നായകനായ സിനിമയാണ് ഗെറ്റ് ബേബി. മാർഗോ സിനിമയ്ക്ക് ശേഷമാണ് ഗെറ്റ് ബേബി എത്തിയത്. അതുകൊണ്ട് തന്നെ സിനിമ നല്ല രീതിയിൽ ഓടിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു ഫാമിലി മൂവിയാണ്. നിഖില വിമലാണ് ഗെറ്റ് ബേബിയിലെ നായിക. മനോരമ മാക്സ് ആണ് ഗെറ്റ് ബേബിയുടെ OTT അവകാശം വാങ്ങിച്ചിരിക്കുന്നത്. സിനിമ ഈ വീക്കിലാണ് OTT റിലീസ്. സർപ്രൈസ് ആയിട്ടായിരിക്കും ഗെറ്റ് ബേബി വരുന്നത്. അവസാനത്തെ അപ്ഡേറ്റ് ആലപ്പുഴ ജിംഖാന എന്ന സിനിമയുമായി ബന്ധപ്പെട്ടതാണ്. നസ്ലി നായകനായ സിനിമയാണ് ആലപ്പുഴ ജിംഖാന. ജൂൺ 5 സിനിമയുടെ OTT പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നീട് പോസ്റ്റ്പോൺ ചെയ്തു. ആരാധകർ ജിംഖാനയ്ക്ക് വേണ്ടി കാത്തിരിക്കുകയാണ്. ഒരു ബോക്സിങ്ങിന്റെ കഥയാണ് ജിംഖാന പറഞ്ഞു പോകുന്നത്. ഒരുപാട് റൊമാൻസും കോമഡിയും സിനിമയിലുണ്ട്. ഇപ്പോഴത്തെ സോണി ലീവ് ഒഫീഷ്യൽ തീയതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ജൂൺ മാസം 13 സോണി ലീവിൽ ആലപ്പുഴ ജിംഖാനയുടെ ഒഫീഷ്യൽ OTT റിലീസ്. സോണി ലീവ് ആയതുകൊണ്ട് തലേ ദിവസം 5 മണിക്ക് തന്നെ സിനിമ വരും. നസ്ലിൻ, ലുക്മാൻ, സന്ദീപ് അടക്കം ഒരുപാട് താരനിര സിനിമയിലുണ്ട്. അപ്പോൾ ഇനി നിങ്ങൾ കാത്തിരിക്കുന്ന OTT മൂവി ഏതാണ്? അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ ഒരു